ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോട് എന്നും വന്ന് ലൈവിലും വീഡിയോയ്ക്ക് അടിയിലും ഒക്കെ ആയിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുക, അമ്മയെ കാണണം, പശുക്കളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് അമ്മയും പശുക്കളെയൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആകാമെന്ന് കരുതി. അപ്പോൾ അമ്മയുടെ പശുമക്കളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അമ്മ എല്ലാവരും തിരക്കുന്നുണ്ട് എന്നും. അമ്മ ഒരു ഹായ് ഒക്കെ പറഞ്ഞു. പശുവിന് വെള്ളമൊക്കെ കൊടുത്തു, പിണ്ണാക്ക് കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇനി ഉച്ചയ്ക്ക് 2 പോച്ചയ്ക്ക് പാവന്നും കണ്ട് ഒരുങ്ങി. അപ്പോൾ വലിയ മോനെ പോച്ചയെല്ലാം വാരി അവർക്ക് ഇട്ടുകൊടുത്തു, അവരുടെ അത്താഴമൊക്കെ കൊടുത്തു. ഇന്നിപ്പം വലിയ കാര്യത്തിലൊന്നും കൊടുക്കത്തില്ല. ഇനിയും രാവിലെ ഞാൻ 5:45 ഇവിടോട്ട് കയറി വരത്തുള്ളൂ. അമ്മ തിരക്കുന്നവരോടൊക്കെ ഒരു എന്തോ അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മയുടെ മക്കളുടെ പ്രായമുള്ള മക്കളൊക്കെ വന്ന് അമ്മ തിരക്കുന്നത്, അവരോടൊക്കെ എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? അമ്മ സുഖമായിട്ടിരിക്കുവാണോ? സന്തോഷമാണോ? സന്തോഷമായ എൻ്റെ പശുക്കളെ കാണുന്നത് എനിക്ക് സന്തോഷം. എനിക്ക് വയ്യായെങ്കിലും അവരെ കളയാതെ എനിക്ക് അവരെ കാണുന്നതാണ് എനിക്ക് സന്തോഷം. ഇപ്പോഴും കാലിന് ചെറിയ വേദന ഉണ്ടായിട്ടും പോച്ച പറിക്കാൻ പോകണം എന്നുള്ള ഒരു താല്പര്യത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുക. എനിക്ക് അവരെ നോക്കുന്നത് എനിക്ക് വലിയൊരു സന്തോഷം. എത്ര വയ്യായെങ്കിലും അവർക്ക് പോച്ച പറിക്കുന്നതും അവർക്ക് പിണ്ണാക്ക് കൊടുക്കുന്നതും എല്ലാം എനിക്ക് അങ്ങ് സന്തോഷമാണ്. എനിക്ക് വയ്യ അത് പക്ഷെ ഒരു വശത്ത് കിടക്കും, എന്നാലും ഇവരെ എനിക്ക് കളയാൻ മനസ്സില്ല. എനിക്ക് അവരെ ഇവളാ പ്രസവിച്ചിരിക്കുന്നത്. അവൾക്കൊരു മോനുണ്ട്, എൻ്റെ കൊച്ചുമോൻ എന്നും പറയും കുഞ്ഞുകിടാവിനെ എനിക്ക് വേണമെന്നും പറഞ്ഞ് ഇപ്പോഴും തന്നെ കയറി വന്ന് പോയതാ. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു മാസം അതിലേ പോയി, അതുകൊണ്ടായി നിർത്തിയത്. നിർത്തിയത് അതുകൊണ്ടാ. ഇപ്പൊ ഇവരാരും ഉച്ചയ്ക്ക് കൊണ്ടുപോകാൻ മടിക്കുന്നത് കൊണ്ട് ഉച്ചയ്ക്ക് അവനെ വിട്ട് ഞാൻ കുറച്ച് പാലങ്ങ് കുടിപ്പിക്കും. കറക്കുന്നില്ല, ഇവർക്ക് മടിയായതുകൊണ്ട് ഉച്ചയ്ക്ക് അവനെ വിട്ട് കുറെ അങ്ങ് കുടിപ്പിക്കും. 2 മാസം കഴിഞ്ഞ് എന്നാലും അവനെ ഉച്ചയ്ക്ക് കുറെ വിട്ട് കറന്നിട്ട് രാവിലെ ഒരു 8 ലിറ്ററോളം ഒക്കെ കിട്ടുന്നുള്ളൂ ഉണക്കായതുകൊണ്ട്. പിന്നെ ഒരു മുല കറക്കത്തേ ഇല്ലാതെ അവൻ അങ്ങ് കൊടുക്കുക, അന്നും ഇന്നും അങ്ങ് കൊടുക്കുക. അവന് ഉച്ചയ്ക്കും അവനെ കുറെ വിട്ട് കറപ്പിക്കും. ഇവിടെ കറന്നാൽ ആരും കൊണ്ടുപോകാനില്ല. പിന്നെ എൻ്റെ പാലുകാരെല്ലാം രാവിലെയാണ്. വരുന്നവർക്കെല്ലാം ഞാൻ കൊടുത്തതിൻ്റെ ബാക്കി ഒരു 5-6 ലിറ്റർ സൊസൈറ്റി കൊണ്ടുപോകും. വേറൊരാളൂടെ ഉണ്ട്, അപ്പോൾ അവൾക്കും കുറേ കിട്ടും. അങ്ങനെ ബാക്കി ഒരു 5-6 ലിറ്റർ അവൻ്റെ കൊടുത്തു വിടും. പിന്നെ ഒരു 5-8 ലിറ്ററോളം ഇവിടെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ എൻ്റെ കച്ചവടം അപ്പോൾ ഒരു നേരം കൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുക. ഒരു നേരമേ ഉള്ളൂ ഇവിടെ പശുക്കറവ്. ഇപ്പം 2 നേരവും കറക്കുന്നില്ല. ഒരു നേരത്തെ പശുക്കറവ് ഒഴിവാക്കി ഒരു നേരം കിട്ടുന്ന പാലേ എടുക്കുന്നുള്ളൂ. അങ്ങനെ ഒക്കെ നിൽക്കുക. ഒരാൾ പ്രസവിച്ചിട്ട് ഒത്തിരി നാളായി, ചനയുണ്ടെന്നും പറഞ്ഞൊക്കെ നിന്ന് അവൾക്ക് ചനയൊന്നുമില്ല. അവളാ നാരായണി. അവിടെ കിടാവിനെയും കുത്തിവെച്ചു. അവളെ ഇപ്പോഴും ഞാൻ കറക്കുവാങ്ങ്. അവിടെ കിടാവാ അത്. നാരായണി ഈ കൊമ്പിയുണ്ട നെറ്റിരി പുള്ളിയൊക്കെ ഉള്ള നാരായണി പശു. ഇത് കേട്ടോ, ഈ കറപ്പേ പുള്ളിയാണ്. ഇത് അവിടെ മോളാ. അവളെ ഇപ്പൊ കുത്തി വെച്ചിരിക്കുക. ഇപ്പൊ ഇവര് ഇറക്കി ഒന്നും കിട്ടുന്നില്ല. അത് തന്നെ എരുത്തോട്ടിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇതുണ്ടോ കിടക്കുന്നത്. ഇനിയിപ്പൊ അമ്മ അതെല്ലാം തൂത്ത് വിട്ടിട്ടേ വരത്തുള്ളൂ. അമ്മയെ ചേട്ടായി കയറി അതെല്ലാം തൂത്ത് വിടും. കാരണം എന്താന്ന് ചോദിച്ചാൽ ഇവരെ വെയിലായോണ്ട് എങ്ങും പോച്ചൊന്നും ഇല്ലെന്നേ, അതുകൊണ്ട് ഇറക്കി കിട്ടുന്നതേ ഇറക്കമില്ല. ഞാൻ പോകുന്ന ഒരു തോട്ടം ഉണ്ടായിരുന്നു, ആ തോട്ടം മൊത്തം കൈത വെച്ചു. അതിൽ പിന്നെ ഇപ്പൊ അവരെ പിന്നെ കൊണ്ടുപോകത്തില്ല. പിന്നെ വെയിലില്ലാത്തപ്പോ ഇവിടൊക്കെ ഒന്ന് കെട്ടുമായിരുന്നു. ഇപ്പൊ വെയിലാകുമ്പോ ഒട്ടുവാ ഇപ്പൊ കൊണ്ടുപോകുന്ന ഒന്നുമില്ല. മഴക്കാലം ആയാലും അമ്മ വെളിയിൽ ഇറക്കത്തില്ല, വേനൽക്കാലം ആയാലും അമ്മ വെളിയിൽ ഇറക്കത്തില്ല. അമ്മയ്ക്ക് അമ്മയുടെ പശുക്കളെ കൊതുക് കുത്തുന്നത് ഇഷ്ടമല്ല, വെയിൽ കൊള്ളിക്കുന്ന ഇഷ്ടമല്ല. എല്ലായിടത്തെയും പോലൊന്നും അല്ല കേട്ടോ. കണ്ട വെളിയിലൊന്നും ഇറക്കി കെട്ടാത്ത പശുക്കളാണെങ്കിലും നല്ല ആക്റ്റീവായിട്ടല്ലേ അവർ നിൽക്കുന്നത്. ഒരു കുഴപ്പമില്ല. അമ്മ പോച്ച വെയിലത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. അവർക്ക് വെയിൽ കൊള്ളുന്നതും വലിയ പ്രയാസമാണ്. അപ്പോൾ പിന്നെ എന്തിനാ ഞാൻ ആ ദുരിതം കാണുന്നത്? അതുകൊണ്ട് അവരെ ഇറക്കത്തില്ല. പിന്നെ ആ ഉണക്കായൻ്റെ ഒരു ശകലം ചടപാടുണ്ട്. മറ്റേ ഇതിലും മെച്ചമായിട്ട് നിൽക്കുമായിരുന്നു. പിന്നെ കച്ചി ഇഷ്ടം പോലെ മിൽമായിൽ നിന്ന് കിട്ടി, അത് കൊണ്ടുവച്ചിട്ടുണ്ട്. കച്ചി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ സബ്സിഡി നിരക്കി കിട്ടി. എനിക്ക് മോനും കിട്ടി. അതുകൊണ്ട് എനിക്ക് പെൻഷനായപ്പം പിന്നെ മോനെ കൂടെ അവിടെ അംഗമാക്കി. എന്നാലും അവരും എന്നെ വിടത്തില്ല, എന്നെയും അവിടെ പാലളപ്പിക്കും. എനിക്ക് പെൻഷനൊക്കെ കിട്ടുന്നെങ്കിലും ബോർഡ് മെമ്പറും ഒക്കെയാണ് ഞാൻ. അതുകൊണ്ട് എന്നെ അവർ വിടത്തില്ല. എൻ്റെ പേരിലും അളക്കണം. പിന്നെ ഞാൻ നിർബന്ധിച്ച് പറഞ്ഞ് മോൻ്റെ പേരിൽ കൂടെ വേണം. അങ്ങനെ അവനും അംഗമായി. ഇപ്പം കച്ചിയും പിണ്ണാക്കും ഒക്കെ വരുമ്പോൾ അവനും സബ്സിഡി നിരക്കി അവനും കിട്ടും. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും പിണ്ണാക്ക് കിട്ടും.
സബ്സിഡി ആയിട്ട്. കണ്ടോ കണ്ടോ, പക്ഷെ ഞങ്ങൾ 2 കുടുംബമുണ്ട്. ഞങ്ങൾ 2 റേഷൻ കാർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. 2 പേരുടെയും പേരിൽ 10-20 യാക്ക് പിണ്ണാക്ക് സബ്സിഡി ഉള്ള സമയത്ത് 2 യാക്ക് വെച്ച് 5 പ്രാവശ്യം അങ്ങനെ അത് കിട്ടുമായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടും. പിന്നെ അമ്മയുടെ പശു വളർത്തലൊക്കെ എങ്ങനെ പോകുന്നു? പശു വളർത്തലൊക്കെ വലിയ മോൻ സഹായിക്കുന്നുണ്ട്. ഞാൻ അവനെ കുളിപ്പിക്കുന്നതും ചാണകമൊക്കെ വരുന്നത്. പിന്നെ ഞാൻ വെളുപ്പിനെ കറക്കും, പിണ്ണാക്ക് കൊടുക്കും. ഇതൊക്കെയുള്ള എൻ്റെ പണി. ചേർത്തോണ്ട് ഇടും. അപ്പം കൊച്ചുമോൻ വന്ന് കൊണ്ടുതരും. പിന്നെ വലിയ മോൻ അത് വാരി എരുത്തിലിൻ്റെ അവിടെ ആക്കും. ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ പണികൾ അവരോട് സഹായിക്കുന്നത് കൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ പോകുന്നു. ഞങ്ങളുടെ ഇരുത്തൂട്ടിലെ വിശേഷങ്ങൾ. അവര് പോച്ച എല്ലാം ഞുള്ളി പറക്കി കഴിച്ചു. അമ്മ ഇച്ചിരി കച്ചി ഇട്ട് കൊടുക്കുന്നു. ഇനി ഇച്ചിരി കഴിയട്ടെ. അവൻ എന്തെങ്കിലും കൊടുക്കുക. ചക്കമടൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പോച്ച ഇട്ട് കൊടുത്താൽ ഇനി അത്താഴമൊന്നും പറഞ്ഞൊന്നുമില്ല. ഇപ്പം ഈ കഴിയുന്നതൊക്കെ ഉള്ളൂ. പിന്നെ ഇനി ഞാനും ഇപ്പം അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വെളുപ്പിനെ കയറി വരത്തുള്ളൂ. പിന്നെ അവരിങ്ങനെ ഇവിടെ നിൽക്കുകയും കിടക്കുകയൊക്കെ ചെയ്യും. അല്ല എപ്പോഴും അങ്ങനെ അങ്ങ് തീറ്റി ഞങ്ങൾ അങ്ങ് വാരി ഇട്ട് കൊടുത്ത് അങ്ങനെ ഇട്ടേക്കത്തില്ല. രാവിലെ വെളുപ്പിനെ എന്ന് കഴിഞ്ഞ് കറന്നു കഴിഞ്ഞ് പിണ്ണാക്ക് കൊടുത്ത് സമയമുണ്ടെങ്കിൽ കുറച്ച് പോച്ച അങ്ങോട്ട് കൊടുക്കും. പിന്നെ ഉടനെ വലിയ മോൻ കുളിപ്പിച്ചു ഇറക്കി ഇവിടോട്ടൊന്ന് നിർത്തിയിട്ട് കയറ്റി കെട്ടും. പിന്നെ അവൻ കയറ്റി കെട്ടിയിട്ട് ഇച്ചിരി പോച്ചയൊക്കെ കൊടുത്ത് അവിടെ ഇട്ടേക്കും. ഇട്ടിരുന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വന്ന് പിണ്ണാക്കും കൊടുത്തു. പിന്നെ എന്തെങ്കിലും മടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതും കൊടുത്തു കഴിഞ്ഞ് പോച്ചയോ കച്ചിയോ കൊടുക്കും. പിന്നെ അവരവിടെ കിടക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് പച്ചവെള്ളമൊക്കെ വേണമെങ്കിൽ കുടിക്കാൻ കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള എൻ്റെ വളർത്തൽ. 40 വർഷം കൊണ്ട് ഞാൻ അങ്ങനെയാണ് വളർത്തുന്നത്. 40 അല്ലേലേ ഉള്ളൂ. അമ്മയുടെ എത്രാമത്തെ വയസ്സുണ്ട് പശു കൃഷി തുടങ്ങിയതാണ്? 18 വയസ്സായപ്പോഴേ അമ്മയ്ക്കൊക്കെ പശു ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിലേ മുതലേ ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 10-25 വയസ്സായി. പിന്നെ മറ്റേ കുഞ്ഞിലേ മുതലേ പശുക്കളുണ്ട്. അന്ന് മുതലേ ഇതിനെയൊക്കെ അറിയാം. കൊച്ചിലെ അമ്മയുടെ കാലം തൊട്ടേ അമ്മ വളർത്തുന്നു. അന്നും ഞാൻ പാലൊക്കെ കൊണ്ടുപോകും. കൊച്ചിലെ തൊട്ട് എനിക്ക് എല്ലാ ജോലികളും അന്ന് മുതലേ ചെയ്യുന്നതാണ്. പശുക്കളുടെ കാര്യത്തിലൊക്കെ അന്ന് മുതലേ ഉണ്ട്. പശു ഉണ്ടായിരുന്നു, ആടും ഉണ്ടായിരുന്നു. പിന്നെ ആടിനെ എല്ലാം അങ്ങ് കളഞ്ഞു. പിന്നെ അങ്ങനെയായി. പിന്നെ പശുവിനെ തന്നെ. പിന്നെ ഇപ്പോൾ ഇവരെ പ്രയാസമാണെങ്കിലും ഒരു സന്തോഷം. എന്താ പ്രയാസം? വയ്യ, അത് തന്നെ പ്രയാസം. ഞങ്ങൾ ചീത്ത പറയുന്നു, അതൊക്കെയാണ് പ്രയാസങ്ങൾ. എന്നാലും അവരെ കളയുന്ന എനിക്ക് അങ്ങോട്ട് മനസ്സനുവദിക്കുന്നില്ല. പിന്നെ തീരെ വയ്യാതെ വരുമ്പം തന്നെ അങ്ങ് പോവും. നമുക്ക് അവിടെ പോയിരുന്ന് അമ്മയുടെ വിശേഷങ്ങൾ പറയാം. അമ്മ അവിടെ നിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടെ കൊണ്ട് നിർത്തി. എന്തിനാണെന്നറിയാമോ? അവിടെ ഇരുന്നിട്ട് പശുവിൻ്റെ എഴുതിയിട്ട് പശു വാലിട്ടടിക്കുകയൊക്കെ ചെയ്ത് സൗണ്ട്. അപ്പം അമ്മയുടെ കഥകൾ അറിയാനും അമ്മയെ കാണാനും വേണ്ടി ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അവരോടൊക്കെ വിശേഷങ്ങളൊക്കെ അമ്മ പറയല്ലേ? പറയാം, കേക്കട്ടെ. വിശേഷം ഇതൊക്കെ തന്നെ. ഇവരെ ഇങ്ങനെ ഞാൻ വളർത്തുന്നു. അവരെല്ലാരും കൂടെ സഹായിക്കുന്നത് കൊണ്ട് ഞാനിവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങ് അവരെ വിടാതെ വെച്ചുകൊണ്ടിരിക്കുന്നു. പിണ്ണാക്ക് അവൻ കൊണ്ടുതരും. ഇതൊക്കെ നമ്മൾ ഇന്നും കഥ പറയുന്നതല്ലേ? വേറെ എന്തെങ്കിലും ഒക്കെ അമ്മയ്ക്ക് പശുക്കളെ പറ്റി എന്താണ് ഇവരോടൊക്കെ പറയാനുള്ളത്? അല്ലെ അമ്മയുടെ കഥകളൊക്കെ എന്താണ് ഇവരോട് പറയാനുള്ളത്? അതൊക്കെ കഥകളെന്തോ ഞാനിങ്ങനെ ഉച്ചയാകുമ്പോൾ ധൃതി പിടിച്ച് ഇവരുള്ളത് കൊണ്ട് എല്ലാ ജോലിയും ഒതുക്കി ഉച്ച കഴിഞ്ഞ് എനിക്ക് പോച്ചയ്ക്ക് പോകണമെന്നുള്ള ഒരു ധാരണയിൽ എൻ്റെ ജോലിയൊക്കെ ഒതുക്കി ഞാൻ എളുപ്പം പോകാൻ ഒരുങ്ങിയപ്പോഴാണ് എൻ്റെ മരുമകൾ ഇപ്പോൾ എന്നെ പിടിച്ചിവിടെ നിർത്തിയിരിക്കുന്നത്. പശുവിൻ്റെ വിവരങ്ങളൊക്കെ പറയാൻ ഞാൻ അവിടെ ഒരു കണ്ടത്തിലോട്ട് പോകും. ഇച്ചിരി നടന്ന് ആ കണ്ടത്തിൽ ചെന്ന് പോച്ച പറിച്ച് വെക്കും. ഉടനെ കഥകൾ പറയാൻ പറഞ്ഞാൽ പോലും പറഞ്ഞു വരുന്നത് അമ്മ പശുക്കളുടെ കഥകളാണ്. കണ്ടോ? കഥകളുള്ളത് ഇപ്പം പ്രത്യേകിച്ച് എന്തോ കഥയാ. ഞങ്ങളിങ്ങനെ പോകുന്നു. കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. സന്തോഷമായിട്ട് ഇങ്ങനെ പോകുന്നു. അല്ല എന്തോ ആകുന്ന ജോലികളൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പോകുന്നു. പിന്നെ കൃഷികളൊക്കെ ചെയ്യണമെന്നുണ്ട്. പന്നി ശല്യം ഉള്ളതുകൊണ്ട് ഇപ്പോൾ പച്ചക്കറി ഒന്നും ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ചേനയൊക്കെ നടണമെന്നുണ്ട്. എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ ഒന്നും നട്ടിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം നട്ടപ്പോഴും പന്നി വന്നെല്ലാം കിളച്ച് കളഞ്ഞ്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര പ്രയാസം. അതുകൊണ്ട് ഞാൻ എന്നാലും നടണമെന്നും കണ്ടിരിക്കുക. കാച്ചിലും ചേമ്പും തടയും ചേനയും 2 കപ്പത്തണ്ടും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. കാലായ ഒരു ശകലം ഉള്ളത് കാടൊക്കെ നീക്കി ഒതുക്കിയും വെച്ചു. പക്ഷേ നട്ടിട്ടില്ല. മനസ്സത്ര അങ്ങോട്ട് നടണം എന്നുള്ള ഒരു തോന്നൽ ഇത്രയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നട്ട ഇതിന്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതല്ലേ അമ്മേ? നമ്മുടെ ഈ കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണല്ലേ? നമ്മുടെ ഞങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ കാണാതെ പോകരുത്.
കഷ്ടപ്പാടെന്താ, ഒരു സന്തോഷം. പശു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു സന്തോഷമാണ്. എത്ര വയ്യായെങ്കിലും അവരെ നോക്കണമെന്നുള്ള ഒരു ധാരണയിൽ ഞാൻ എഴുന്നേറ്റ് ഓടിപ്പോവും. ഇപ്പോൾ കൊച്ചുമോൻ്റെ അവിടെ കിടന്നുറങ്ങിയ ഞാനാ. ഇപ്പോഴേ മണി 2:30 കഴിയുന്നല്ലോ എന്നും കണ്ട് ഓടി ഇറങ്ങി പോകുന്നത്. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.